രാധേകർണൻ അധ്യായം 24. ആദ്യം എല്ലാവരും പുഷ്പവർഷം നടത്തിയും അഭിഷേക ജലം തളിച്ചും കർണന് ജയഘോഷം മുഴക്കി. പിന്നീട് അവനെ പരിഹസിച്ചു. ആ രാജപദവി ഒരു തരത്തിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നടന്ന അപമാനമായിരുന്നു. അപമാനം, അഭിഷേകത്തോടു കൂടിയ അപമാനം. എത്ര കഴിവുകെട്ടവനായാലും തന്റെ അപമാനം അയാൾക്ക് മറക്കാനാവില്ല. ഞാനാണെങ്കിൽ ഒരു യോദ്ധാവ് മരണത്തെ അംഗീകരിക്കുന്നു, പക്ഷേ സ്വാഭിമാനത്തെ ബലികഴിക്കുവാൻ ഒരിക്കലും തയ്യാറാവില്ല. അന്ന് ഹസ്തനപുരത്തോട് എനിക്ക് അതിയായ വെറുപ്പ് തോന്നി. ആ നഗരം വിട്ട് എങ്ങോട്ടെങ്കിലും പോയാലോ എന്നാഗ്രഹിച്ചു. അബദ്ധത്തിൽ പോലും ആരും കുലം ചോദിക്കാത്ത ബലത്തെ മാത്രം പരിഗണിക്കുന്ന ഒരു നാട്ടിലേക്ക്. ദുര്യോധനനോട് ഞാൻ പറയുകയും ചെയ്തു, കുമാര, ഈ രാജപദവി അങ്ങ് തന്നെ ഏറ്റെടുത്തിട്ട് എന്നെ പോകാൻ അനുവദിച്ചാലും. അദ്ദേഹം എന്നോട് കെഞ്ചി പറഞ്ഞു, കർണ, താങ്കളുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഈ പാണ്ഡവരെ ശക്തമായി എതിരിടുവാൻ ഞാൻ ദൃഢനിശ്ചയമെടുത്തത്. കർണനും ഇപ്പോൾ മുഖം തിരിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ മുഖത്ത് നോക്കുവാൻ പോലും എനിക്ക് കഴിയാതാവും. കൗരവരുടെ യുവരാജാവ് ഭയം കൊണ്ട് വിറച്ച് പ്രാണനും കൊണ്ട് ഓടുന്നത് കാണാൻ ആഗ്രഹമുണ്ടോ? താങ്കൾ ഹസ്തനപുരം വിട്ടുപോയാൽ ഈ പാണ്ഡവർ എന്നെ ജീവിക്കാൻ തന്നെ അനുവദിക്കില്ല. ആപത്തുകാലത്ത് സഹായിക്കുന്നയാളാണ് ശരിയായ മിത്രം എന്ന ഒരേ ഒരു വിചാരം കൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തിന്റെ അംഗരാജ്യം സ്വീകരിച്ചത്. ഞാൻ ഒരു സൂതപുത്രനാണെങ്കിൽ സൂതപുത്രൻ എന്ന് കേൾക്കുമ്പോൾ ഇത്രയും ക്രോധം തോന്നുവാൻ കാരണമെന്ത്? ആരെങ്കിലും സൂതപുത്രൻ എന്ന് പറയുമ്പോഴേക്കും മുറിവേറ്റ കാട്ടുകുതിരയെ പോലെ എന്റെ ശരീരത്തിൽ രക്തമിരച്ചു കയറുവാൻ തുടങ്ങുന്നതിന് കാരണമെന്ത്? കളരിയിലെ ആ ദിവസത്തിനു ശേഷം ആളുകളെല്ലാം എന്നെ അംഗരാജാവ് എന്നാണ് വിളിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. പക്ഷേ അതെന്റെ മുന്നിൽ വെച്ച് മാത്രം. പിന്നിൽ നിന്ന് സൂതപുത്രൻ എന്ന് പറഞ്ഞ് അവർ എന്നെ അവഹേളിക്കുന്നുണ്ടാവും. ലോകത്തിൽ മരണം പോലും അപമാനത്തെക്കാൾ ഭയാനകമല്ല. എന്നിട്ടും ഞാൻ സ്വയം എന്നെ അംഗരാജാവ് എന്ന് വിളിച്ചു. ഉള്ളിൽ അപമാനത്തിന്റെ കയ്പുനീർ കുടിച്ചിറക്കിക്കൊണ്ട് പുറമെ സ്വാതന്ത്ര്യത്തിന്റെ ഗീതം ആലപിച്ചു. ഞാൻ ഒരു സാരഥിയായി തന്നെ ജീവിച്ചാൽ ആരും എന്നെ ബഹുമാനിക്കുകയില്ല. എന്നാൽ അംഗരാജാവായ കർണന്റെ മുന്നിൽ എല്ലാവരും തലകുനിക്കും. അംഗരാജാവെന്ന പദവി നിലനിർത്തിക്കൊണ്ട് മാത്രമേ ലോകത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ എനിക്ക് കഴിയൂ. അംഗരാജാവെന്ന പദവി എടുത്തു കളഞ്ഞാൽ പിന്നെ താൻ ഒന്നും തന്നെയല്ല. പൊടിമണ്ണിന് സമാനമായിരിക്കും താൻ. പൊടിമണ്ണിനെ ആരും മൂർധാവിൽ ചാർത്താറില്ല. അതിനെ എല്ലാവരും കാൽ കീഴിലിട്ട് ചവിട്ടി മെതിക്കും. അതുകൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ടായാലും ഇല്ലെങ്കിലും അംഗരാജാവെന്ന പദവി നിലനിർത്തുക തന്നെ വേണം. ഈ സ്വാതന്ത്ര്യത്തിന്റെ ബലത്തിൽ, ഈ കനത്ത അന്ധകാരത്തിൽ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം. എന്റെ അംഗരാജ പദവി എനിക്ക് സ്വാതന്ത്ര്യം തന്നെയാണ്. സ്വന്തം പ്രാണൻ ധരിച്ചും എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കേണ്ടിയിരിക്കുന്നു. അംഗരാജ്യത്തിലെ എന്റെ ഭരണത്തിൽ ദുര്യോധനൻ ഒരു വിധത്തിലും കൈകടത്തില്ല എന്നെനിക്കറിയാം. ദുര്യോധനൻ എന്റെ ആശകളെ ആദരിക്കുമെന്നും എന്റെ ചിന്തകൾക്ക് വ്യക്തമായ രൂപം കൊടുക്കുമെന്നും എന്റെ മനസ്സ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. കർണന്റെ കയ്യിലെ ചാട്ട കുതിരയുടെ പുറത്ത് മാത്രമല്ല, അവനെപ്പോലുള്ള മനുഷ്യരുടെ പുറത്തും വീഴുമെന്ന് ആ അഹങ്കാരിയായ ഭീമന് കാണിച്ചു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ കുറച്ചുനാൾ എനിക്ക് മൗനം അവലംബിക്കണം. എനിക്കുണ്ടായ അപമാനത്തിന്റെ വിഷം ദഹിപ്പിച്ചുകൊണ്ട് മിണ്ടാതിരിക്കണം. ഉള്ളു കത്തിക്കൊണ്ടിരിക്കുമ്പോഴും പുറമെ ശാന്തനായിരിക്കണം. അല്ലാതെ നിവർത്തിയില്ല. ഈ അംഗരാജ പദവി സ്വീകരിക്കുക എന്നത് എന്റെ കർത്തവ്യമായിരുന്നു. തന്റെ കായബലത്തിൽ ഉന്മത്തനായ ആ തടിയനായ ഭീമന്റെ കഴുത്തിൽ വില്ല് കുത്തിപ്പിടിച്ച് അവനെ ഞാൻ ശക്തിയായി ഉലയ്ക്കുന്ന ഒരു ദിവസം തീർച്ചയായും വരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്നിട്ട് ഞാൻ ഒരു സൂതപുത്രനാണെങ്കിലും ധീരനായ പോരാളിയാണെന്ന് തെളിയിച്ചു കൊടുക്കും. അതിന് അല്പം കാത്തിരിക്കേണ്ടി വരും. ഞാനും കുടുംബവും രാജകൊട്ടാരത്തിൽ താമസമാക്കി. കാരണം ഞാൻ അംഗരാജാവായി കഴിഞ്ഞിരുന്നല്ലോ. എനിക്കായി പ്രത്യേകം കൊട്ടാരമുണ്ടായിരുന്നു. ഭൃത്യന്മാരും ഭൃത്യകളും ഉണ്ടായിരുന്നു. എല്ലാറ്റിലും ഉപരിയായി ദുര്യോധനൻ എന്നോട് പ്രത്യേക സ്നേഹവുമായിരുന്നു. അദ്ദേഹത്തിന്റെ മറ്റു സഹോദരന്മാരും എന്നെ സ്നേഹിച്ചിരുന്നു. എനിക്ക് ആകെയുണ്ടായിരുന്ന വിഷമം വൃഷാലിയെ ഇനി എങ്ങനെ കാണുമെന്നതായിരുന്നു. ഉചിതമായ സമയം വരുമ്പോൾ പിതാവിനോട് വിവാഹത്തെപ്പറ്റി സംസാരിക്കണം. വൃഷാലിയെ പിരിഞ്ഞിരിക്കുന്നത് പ്രാണൻ പോകുന്നതിനേക്കാളും വിഷമമാണ്. ഞാൻ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നെങ്കിലും പ്രഭാതത്തിൽ ഗംഗയിൽ പോകുന്ന പതിവ് ഉപേക്ഷിച്ചിരുന്നില്ല. പ്രഭാതത്തിൽ ഹസ്തിനാപുരത്തിൽ ആരെങ്കിലും കർണൻ എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗംഗാതീരത്തെ എന്ന് ഏവരും മറുപടി കൊടുക്കും. രാധേകർണൻ അടുത്ത അധ്യായത്തിൽ തുടരും.